ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കറണ്ട് എനർജി ചെക്ക് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നത് അതിനെ കുറിച്ചാണ്. സോ ഈ ഒരു വിഷയം ഈഗർലി അറിയാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും കമന്റ് ചെയ്യുന്നതിനും ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി. അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലോ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ആവശ്യമുണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടാരറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോവാം. കറന്റ് എനർജി ചെക്ക് ഓഫ് യുവർ പേഴ്സൺ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ഡെക്ക് വെച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഇതെന്ന് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ഏഞ്ചൽസ്. ഓക്കെ, ആദ്യം തന്നെ വീഴുന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നത് തന്നെയാണ്. ആൻഡ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നതാണ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി ഒരു വ്യക്തി തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് തേർഡ് പാർട്ടി എന്നുള്ളത്. കാരണം അതുകൊണ്ടാണ് വിത്തൗട്ട് ക്ലാരിഫിക്കേഷൻ ആദ്യം തന്നെ തേർഡ് പാർട്ടി ചാടിയത്. അപ്പോൾ തേർഡ് പാർട്ടി എന്താണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നാണ് ഞാനത് പറയുന്നത്. അൺനോൺ ആയിട്ട് ഒരു തേർഡ് പാർട്ടി ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് വിത്തൗട്ട് ക്ലാരിഫിക്കേഷൻ അത് ചാടി വന്നത്. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. കെമിസ്ട്രി. ഓക്കെ, എന്റെ അഭിപ്രായത്തില് ഈ പേഴ്സൺ തുടക്കത്തിൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഡിയറസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇവർക്ക് വളരെയധികം താല്പര്യമായിരുന്നു. പിന്നെ ഈ പേഴ്സന്റെ ബിഹേവിയറിന് ചേഞ്ച് വന്നു. നിങ്ങളുടെ അടുത്ത് മൂഡ് സ്വിങ്സ് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഡിറ്റാച്ച് ഈ പേഴ്സൺ കാണിക്കാൻ തുടങ്ങി എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇത്രത്തോളം ഹേർട്ട് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഈ ഒരു സൈഡ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു കെമിസ്ട്രി കാരണം ഈ ഒരു പേഴ്സന്റെ ബിഹേവിയറിലുള്ള കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് പോലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസത്തെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ ബിഹേവിയർ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഒരു ദിവസം പോകുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് ഈ പേഴ്സന്റെ ഈ ഒരു സ്നേഹത്തിന്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുമായി ചേർന്നിട്ടുണ്ടായിട്ടുള്ള ആ ഒരു കെമിസ്ട്രിക്ക് നിങ്ങളെ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ള, നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ മൂഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു മൂഡ് എങ്ങനെയാണെന്ന് ചേഞ്ച് ചെയ്യാനുള്ള ശക്തിയുണ്ട് ആ പേഴ്സന്റെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾക്ക് എന്ന് പോലുമാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്ന് ഈ പേഴ്സൺ ഇതിൽ ബിസി ആയി പോയാൽ ആകെ മൊത്തം നിങ്ങളുടെ ആ ഒരു എനർജി ഇളകി മറിയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, നിലനിൽപ്പില്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ പേഴ്സന്റെ സ്നേഹത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കെമിസ്ട്രിയിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഇമേജ് കണ്ടോ, നിങ്ങൾ ആ പേഴ്സന്റെ കൈയും പിടിച്ച് വലിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ പേഴ്സൺ വേണം. രണ്ടുപേരും തമ്മിൽ ഡിപ്പെൻഡിങ് ആണ് എന്നതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി വന്നിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ലൈഫിൽ ആ ഒരു നമ്മളെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി വന്നാൽ ഈ ഒരു പേഴ്സണെ പിടിച്ചു നിർത്താൻ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, പക്ഷെ നമ്മളെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് കൈ പിടിക്കാൻ ആരുമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും. അത് ഈ പേഴ്സണ് പൂർണ്ണമായി ബോധ്യമുണ്ട് കേട്ടോ. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരിയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അത് തന്നെയാണ് ഈ ഒരു പേഴ്സണും അനുഭവിക്കുന്നത്. അതുപോലെ കൈൻഡ് ഓഫ് ഒരു സർക്കിളിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് കാണിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടിന്യൂസ്ലി ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ആണ്. അതായത് തികച്ചും ഓരോ ദിവസവും ഏകദേശം സെയിം പാറ്റേണിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പോ നെഗറ്റീവ് ആണെങ്കിൽ കുറെ നാള് കൈൻഡ് ഓഫ് ഒരു നെഗറ്റീവ്, ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് വേർപെട്ട ഒരു രീതിയിൽ നിൽക്കും. സ്നേഹമാണെങ്കിൽ കുറച്ച് നാൾ ഒരു സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം ആയിട്ട് അങ്ങനെ ഒരു സർക്കിൾ, കുറച്ച് നാൾ ഒരു സർക്കിൾ, കുറച്ച് നാൾ ഒരു സർക്കിൾ, അങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മിററിംഗ് ആണ്. കൈൻഡ് ഓഫ് സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെ
തന്നെയാണ് ആ വ്യക്തിക്കും ഫീൽ ചെയ്യുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. കൊണ്ട് നിങ്ങൾ മിററിംഗ് ആണ് എന്നും ഏഞ്ചൽസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ പേഴ്സണും നിങ്ങളെ കുറിച്ച് പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ക്ലാരിഫിക്കേഷൻ തന്നത്. ഓക്കെ, പ്ലീസ് കോൾ യെസ്. യെസ്, ആൻഡ് നിങ്ങളുടെ അടുത്ത് അവർ വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ ഒട്ടും വിട്ടിട്ട് പോകില്ല. അപ്പൊ അവർക്ക് അവരിൽ തന്നെ ട്രസ്റ്റ് ഇല്ലെങ്കിലും നിങ്ങളിൽ അവർക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട്. കാരണം ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടിട്ട് പോവില്ല. ആൻഡ് പലപ്പോഴും നിങ്ങൾ അവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു പ്രതീക്ഷയാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പൊ കണ്ടോ, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ഫോർഹെഡിൽ കിസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെന്നില്ലാത്ത കൈൻഡ് ഓഫ് ഒരു ജീവിക്കാൻ ഒരു പ്രതീക്ഷ കിട്ടും അല്ലെ. അപ്പൊ അതുപോലെ ഉള്ള പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നത്. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ഫീലിങ്സ് സെയിം ആണ്. കാരണം മിററിംഗ് ഇഫക്റ്റ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജി കാരണം അവരുടെ ജീവിതത്തിൽ ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ബൂസ്റ്റ് എനർജി കിട്ടുന്നതായിട്ട്, ഒരു ഭയങ്കര ഒരു ഉന്മേഷം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം. ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ മെസ്സേജിന് കാത്തിരുന്നിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇന്ന വ്യക്തിയുടെ പേരിൽ വരുമ്പോഴത്തേക്ക് എന്തെന്നില്ലാത്ത ആ ഒരു സന്തോഷം, എനർജി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് അപ്പുറത്തെ ഭാഗത്തും സംഭവിക്കുന്നത് എന്നതാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, റൊമാൻറ്റിക് ഫീലിംഗ്. ഓക്കെ, ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ട്. ഫിസിക്കൽ അട്രാക്ഷനും വലിയ തോതിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ലൈഫ് ലെസൺ ഹീലിംഗ്. യെസ്, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ലെസൺ പഠിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങൾ ഇത്രത്തോളം പോസിറ്റീവായി നിന്നിട്ടും നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് തികച്ചും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും തന്റെ കർമ്മ അല്ലെങ്കിൽ തന്റെ ലൈഫ് ലെസൺ പഠിക്കാൻ ഓരോ സമയമാണ് വേണ്ടത്. സോ ആ ഓരോ സമയം എടുത്ത് ഇപ്പൊ ഓരോ വ്യക്തിയും ഓരോ തേർഡ് പാർട്ടിയും നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് കയറി വരുന്നത് ഒന്നുകിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണറിനെ പല കാര്യങ്ങളും പഠിപ്പിക്കാനായിരിക്കും. ഓരോ റിലേഷൻഷിപ്പിന്റെ ഓരോ വ്യക്തിയുടെ കർമ്മ അനുസരിച്ച് അവരുടേതായിട്ടുള്ള ലൈഫ് ലെസൺസ് കൂടിയും കുറഞ്ഞും ഇരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ലൈഫ് ലെസൺ കഴിയുമ്പോഴാണ് നിങ്ങളുടെ അടുത്ത് എന്താണ് അവർക്ക് ഒറിജിനലി ഫീലിങ്സ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലാവുക. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിൽ അവര് ഗ്രേറ്റ്ഫുൾ ആകണം, നന്ദി അറിയിക്കണമെങ്കിൽ അവരിങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകണം എന്നതാണ്. അതായത് ലൈഫ് ലെസണിലൂടെ കടന്നു പോകണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഫിസിക്കലി ആരെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് റൊമാൻറ്റിക് ഫീലിംഗിലായിരിക്കാം ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തായിരിക്കാം റൊമാൻറ്റിക് ഫീലിംഗിൽ ഈ പേഴ്സൺ നിൽക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ അടുത്ത് നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഈവൻ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈഫ് ലെസൺ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ പേഴ്സണ് തന്നെ നിങ്ങളുടെ അടുത്ത് ട്രസ്റ്റ് ഉണ്ടാകും, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാകും, നിങ്ങളുടെ അടുത്തേക്ക് ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. ആൻഡ് ഈവൻ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഫിസിക്കൽ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായതിനു ശേഷമാണ് ഈ പേഴ്സൺ ഡിറ്റാച്ച്ഡ് ആയി എങ്കിൽ നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടും ഇങ്ങനൊരു മെസ്സേജ് വരാം. ലൈഫ് ലെസൺ ആ പേഴ്സൺ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളുടെ അടുത്തേക്ക് പാഷനേറ്റ് ആകും ഈ ഒരു പേഴ്സൺ എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്തി സെക്ഷുവാലിറ്റി എന്ന കാർഡ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ വളരെയധികം നിങ്ങൾ അട്രാക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഐ തിങ്ക് ഫിസിക്കലി. ഓക്കെ, ആൻഡ് റൊമാൻറ്റിക് ഫീലിംഗ്സ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് തന്നെ ചിലപ്പോൾ ഒരു ബ്രേക്ക് കൊടുത്തതായിരിക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളുടേതായിട്ടുള്ള റിലേഷൻഷിപ്പിന് പിന്നെയും ഒരു ബൂസ്റ്റ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൺസീവ് ചെയ്യാനുള്ള ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ മേ ബി കൺസീവ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആകെ മൊത്തം പ്രശ്നങ്ങൾ പോവുക, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓപ്പൺ ആവുക എന്ന് കാണുന്നുണ്ട്. ഇതെല്ലാവർക്കും റെസൊണേറ്റ് ആകില്ല, പക്ഷെ കുറച്ച് പേർക്ക് റെസൊണേറ്റ് ആകും. ബിക്കോസ് നിങ്ങളുടെ ജീവിതത്തിൽ മേ ബി ഒരു ന്യൂ മെമ്പർ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആകും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടി വരും, അല്ലെങ്കിൽ വരണം, അത് ഇത് കാരണമാകും എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് എത്ര ആൾക്കാർക്ക് റെസൊണേറ്റ് ആകും എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു കാർഡ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായി ഒരു പുതിയ ക്രിയേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണുമായി നിങ്ങൾ പുതിയൊരു ക്രിയേഷനിലേക്ക് ഏർപ്പെടണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. സോറി. അതുപോലെ തന്നെ
ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം സ്പെഷ്യൽ ആണ് എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു ഇമേജിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലേഡി ഈ പേഴ്സൺ എത്ര സ്പെഷ്യൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഏതൊക്കെ കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിന്നാലും ഈ പേഴ്സൺ അറിയാം നിങ്ങൾ വളരെയധികം സ്പെഷ്യൽ ആണ് എന്ന്. ആൻഡ് ഈ ഒരു സ്ത്രീയുടെ കാര്യം എടുത്താൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം കറേജിയസ് ആയിട്ടുള്ള ആത്മധൈര്യമുള്ള നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡ് ഉള്ള ഒരു സ്ത്രീയാണ് എന്ന്. ഹി ആൻഡ് ഷീ ഇതിനകത്ത് എടുക്കാം. ഞാൻ ഇമേജ് വെച്ചിട്ടാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ വളരെയധികം കറേജിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് സാഹചര്യത്തിലും നിവർന്നു നിൽക്കാൻ സാധിക്കുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ പലപ്പോഴും ഈ പേഴ്സൺ ഈ ഒരു ന്യൂ ഡോസ് ഓപ്പണിങ്ങിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് പ്രിപ്പയർഡ് ആയിരുന്നില്ല നിങ്ങളുടെ അടുത്ത് പ്രണയം ഈ പേഴ്സൺ വരുമെന്നും അല്ലെങ്കിൽ ഇത്രത്തോളം സീരിയസ് കണക്ഷനിലേക്ക് ഇതായി പോകും, ഡിറ്റാച്ച് ആകാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ പലപ്പോഴും മനസ്സിലായില്ല. പുതിയ പുതിയ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ പേഴ്സൺ മനസ്സിലാവുന്നത് മോർ ഇൻ ടു ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നത് പേഴ്സൺ മനസ്സിലാവുന്നത്. ഓക്കെ, ഒരു അൺഎക്സ്പെക്ടഡ് കണക്ഷൻ ആണ്, ഒരു ഡിവൈൻ കണക്ഷൻ ആണ് ഇത് എന്നതാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് നോട്ട് ഡിവൈൻ. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കോയിൻസിഡൻസിൽ വന്ന് ചേർന്നതല്ല. ഡിവൈൻ അല്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ കോയിൻസിഡൻസിലി ഒരിക്കലും ഇത് ചേർന്ന് വന്നല്ല, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിന്റെ ഒത്തിരി കാലം നിങ്ങൾ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്തിരിക്കും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. അത്രത്തോളം ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിയറസ്റ്റ് ആണ് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം ആയിരിക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നെ കാണാൻ നല്ലതായിരിക്കണം, എന്റെ പേഴ്സണൽ അടുത്ത് അട്രാക്റ്റീവ് ആണ്, കുറച്ചും കൂടി ലുക്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ആൻഡ് ആരെങ്കിലും മെസ്സേജ് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ സൂൺ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വലുതായിട്ട് ഈ ഒരു കണക്ഷനിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ സ്റ്റെബിലിറ്റി ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ശരിയായിരിക്കാം ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഈ ഒരു കണക്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ് ഇത് അവസാനത്തിൽ കൊണ്ടെത്തുക, ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നിങ്ങളുമായിട്ടുള്ള ഒരു പാഷനേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ തന്റെ പാഠം പഠിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് അവരുടേതെന്ന് അവർക്ക് മനസ്സിലാവും. ഈ പേഴ്സൺ പലപ്പോഴും എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി കിട്ടാത്തത് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ. ഓക്കെ, ചിലപ്പോൾ ഭയങ്കരമായി പോസിറ്റീവ്ലി തിങ്ക് ചെയ്യും, ചിലപ്പോൾ ഭയങ്കരമായി നെഗറ്റീവ് ആയിട്ടും ഈ പേഴ്സൺ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കണക്ഷനിൽ ഈ പേഴ്സൺ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഏതൊരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിങ്ങളാണെങ്കിലും ആ പേഴ്സൺ ആണെങ്കിലും ഓവർ തിങ്ക് ചെയ്യുന്നത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു നർച്ചറിങ് റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ ഒരു കെയറിങ് റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റിൽ ഒരിക്കലും ഓവർ തിങ്കിങ് ഒരു ശാശ്വതമായ പരിഹാരമല്ല. കാരണം ഓവർ തിങ്കിങ് നമ്മൾ ചിന്തിച്ച് നെഗറ്റീവ് ആയി പോകും. യെസ്, ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് എന്ത് ചോയ്സ് എടുക്കണമെന്ന് ഈ പേഴ്സൺ അറിയത്തില്ലാത്ത ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തികച്ചും മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാല് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർക്കൊരു കംപ്ലീഷൻ ആണ് ഫീൽ ചെയ്യുന്നത്, ഒരു പാഷനറ്റ് എനർജി ആണ് ഫീൽ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു മിററിംഗ് സെൽഫി കണ്ട സർക്കിൾ പോലെ നിങ്ങൾക്ക് ഓൾവേസ് അവരെ എന്താണ് ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് അതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഓൺ ആൻഡ് ഓഫ് ആണെങ്കിലും പാഷനേറ്റ് ആയിട്ടുള്ള കണക്ഷൻ ആണ് എന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റും. ആൻഡ് ശരിയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ ശരിയാണ്, അവർക്ക് ഒത്തിരി കണക്ഷൻസ് ഉണ്ട് പുറമേ നിന്ന്. പക്ഷെ നിങ്ങൾ എന്തായാലും അവർക്ക് ആ ഒരു പ്രഗ്നൻസി കാർഡിൽ നമുക്ക് മനസ്സിലായതുപോലെ ഇമോഷണലി നിങ്ങൾ വളരെയധികം അവർക്ക് സ്പെഷ്യൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു പാഷനേറ്റ് എനർജി നമുക്ക് കാണിക്കുന്നത്. ഒരാളല്ല, ഒത്തിരി ആൾക്കാർ ആ പേഴ്സന്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് അവർക്ക് നല്ല തോതിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. മറ്റുള്ള വ്യക്തികളുമായി ഇമോഷണലി കണക്ട് ചെയ്താലും ചിലപ്പോൾ ഫെയിൽ ആകും. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഷനേറ്റ് എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുമായിട്ടുള്ള മൊമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അവർ പിന്നെയും ഓർക്കാറുണ്ട്. നിങ്ങളുമായി അവർ എന്താണ് ചിലവഴിച്ച സാഹചര്യങ്ങളെ കുറിച്ച് അവർ ഓർക്കാറുണ്ട്. ആൻഡ് ഒരു ഡീപ്പർ ലെവലിൽ ഒരു ഉള്ളിൽ നിന്ന് നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് രീതി ഇതിനകത്ത് കാണുന്നത് കൊണ്ട് തന്നെ പതിയെ അവർ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ടുകൾ എടുക്കാൻ തയ്യാറാകുന്നു എന്നതിനകത്ത് കാണുന്നു. ഓക്കെ, ലിവ് ഇൻ ദ മൊമെന്റ്. നിങ്ങൾ വളരെയധികം
ഡിവോട്ടഡ് ആയിട്ടുള്ള, അതായത് അവർക്ക് വേണ്ടിയിട്ട് ജനിച്ചൊരു പാർട്ട്ണർ ആണ് എന്നതാണ് അവർക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ശരിയാണ്, മേ ബി നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലായിരിക്കും, പക്ഷെ നമ്മൾ പറഞ്ഞ ഈ സാഹചര്യം അനുസരിച്ച് ട്വിൻ ഫ്ലെയിം ഇസ് നോട്ട് റെഡി. അതായത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് റെഡി ആയിരിക്കില്ല, പക്ഷെ ഈ ഒരു പേഴ്സൺ ക്രമേണ നിങ്ങളുടെ അടുത്തേക്ക് റെഡി ആയിക്കോളും എന്നതാണ്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായി വളരെയധികം അഡിക്റ്റഡ് ആണ്. ട്വിൻ ഫ്ലെയിം റെക്കഗ്നിഷൻ പല ആൾക്കാർക്കും നടന്നിട്ടില്ല, ചില ആൾക്കാർക്ക് നടന്നിട്ടുണ്ട്. സോ ആ ഒരു റെക്കഗ്നിഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡിവോട്ടഡ് ആയിട്ടുള്ള പാർട്ണർ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് വൈ ഇറ്റ്സ് സോ സ്പെഷ്യൽ? ബിക്കോസ് ഈ പേഴ്സൺ വളരെയധികം സപ്പോർട്ടീവ് നേച്ചർ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം സപ്പോർട്ടീവ് ആണ് ഈ പേഴ്സന്റെ അടുത്ത് എന്നാണ് മനസ്സിലാവുന്നത്. ആൻഡ് പലപ്പോഴും ഈ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പേഴ്സൺ വിചാരിക്കുന്ന ഒത്തിരി ലിമിറ്റേഷൻസ്, ഹിഡൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ലിമിറ്റേഷൻസിനെ നിങ്ങൾ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഈ പേഴ്സന്റെ പരിമിതികളെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ പേഴ്സന്റെ പരിമിതികൾ, ഈ ഒരു ഹിഡൻ തോട്ട്സ് നിങ്ങൾ അറിഞ്ഞാലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവരുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അൺക്ലിയർ ആയിരിക്കാം, അൺസപ്പോർട്ടീവ് ആയിരിക്കാം ഈ ഒരു കണക്ഷനിൽ. പക്ഷെ ഇവരുടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഈ പേടികൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടി നിങ്ങൾ അവരെ ബൂസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം റീച്ചിങ് ഔട്ട് എന്ന കാർഡ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരിയായിരിക്കാം, ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കാം, അതിൽ നിന്ന് ഫ്രീഡം കിട്ടണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യും. ചിലപ്പോൾ ഈ പേഴ്സന്റെ പ്രൊഫഷണൽ ലൈഫിലായിരിക്കാം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ പേഴ്സൺ നേരിടുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ സംഭവം എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി പേഴ്സൺ ഇതിനകത്ത് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ക്ലട്ടർ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഹിഡൻ തോട്ട്സിനകത്ത് അല്ലെങ്കിൽ ഈ ഹിഡൻ ഫീലിങ്സിനകത്ത് നിങ്ങളുടെ കൾച്ചറൽ വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് വ്യത്യാസം, ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരുന്നതെങ്കിൽ ചിലപ്പോ ഈ ഒരു ബ്ലോക്കേജ് മാറ്റാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു ഏജ്, എന്റെ അഭിപ്രായത്തിൽ റിലീജിയൻ കൈൻഡ് ഓഫ് ബുദ്ധിമുട്ടുകളാണെങ്കിൽ അത് വീട്ടിൽ ഒരിക്കലും സമ്മതിക്കൽ അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരേ ദിശയിലേക്ക് ചലിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കാൻ കുറവാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു മിറാക്കിളിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളൊരു സ്നേഹമുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള തോട്ടും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള തോട്ടും ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോ ഇത് ആ ഒരു വൺ സൈഡഡ് ലവ് ആയി പോകുമോ എന്ന ഒരു രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് എനിക്ക് കാണുന്നുണ്ട്. ആ പേഴ്സന്റേതായിട്ടുള്ള ആ ഒരു സങ്കടങ്ങള് ആ പേഴ്സൺ ആരോട് പറയണം എന്നറിയാത്തൊരവസ്ഥ ഇതിനകത്ത് കാണുന്നു. പക്ഷെ പലപ്പോഴും ഈ പേഴ്സൺ നല്ല തോതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള സൈഡ് ചിന്തിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തേക്കും കുറച്ച് ചായ്വുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പേഴ്സന്റെ മനസ്സിൽ ഒത്തിരി ഓവർ തിങ്കിങ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലാത്ത കാര്യങ്ങളെയും പലപ്പോഴും ചിന്തിച്ച് വിഷമിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് തന്റെ ഉള്ളിൽ എത്രത്തോളം സ്നേഹമുണ്ടെങ്കിലും അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ ഫലിപ്പിക്കാൻ ഈ പേഴ്സണ് പലപ്പോഴും സാധിക്കുന്നില്ല. നിങ്ങൾ പലപ്പോഴും സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ തിരിച്ച് എനിക്ക് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ദാറ്റ് കൈൻഡ് ഓഫ് രീതിയിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ പേഴ്സന്റെ മനസ്സിൽ കുന്നോളം നിങ്ങൾക്ക് വേണ്ടി സ്നേഹമുള്ളതായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നേരത്തെ നമുക്ക് കിഡ്സ് കാർഡ് കിട്ടുമല്ലോ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുമായി കുറെ വർഷബന്ധം അവർക്കുള്ളത് പോലെയുള്ള കൈൻഡ് ഓഫ് അട്രാക്ഷൻ അവർക്ക് വരുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് മൂവ് ഫോർവേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ നിങ്ങൾ ഈ പേഴ്സണെ പിണക്കി വിട്ടിട്ടുണ്ടെങ്കിലും ഈവൻ അട്രാക്ഷൻ ഈ പേഴ്സൺ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ തമ്മിലൊരു ഭയങ്കരമായൊരു കോഡ് ഡെവലപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും ആ ഒരു കോഡിന്, അതായത് പൊടിതട്ടി എടുക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്നു. ബിക്കോസ് ചിലപ്പോ നിങ്ങളുടെ ആ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച് കാരണം മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് മാറി നിന്നതായിരിക്കാം. പക്ഷെ ഇതിനകത്തൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്മിങ് ക്ലോസ്നെസ് ഇതിനകത്ത് വരുന്നതായിട്ടും പരസ്പരം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതുവരെ ചിലപ്പം ഇല്ലായിരുന്ന ഈ ഒരു ലോയലിറ്റി പെട്ടെന്ന് ജമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ലോയലിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, പക്ഷെ ഇതിനകത്തൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാണിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ, നിങ്ങളുടെ ആ ഒരു
ലോൺലിനെസ് മാറി കുറച്ചും കൂടി ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് മാറാൻ എന്താണ് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ പരസ്പരം നിങ്ങൾ അറിയാൻ പോവുകയാണ്, അല്ലെങ്കിൽ പരസ്പരം കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണെന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ മിറാക്കിൾസ് ഉണ്ടാകും എന്ന് വിശ്വസിക്കുക. കാരണം തീർച്ചയായിട്ടും ഇതിനകത്ത് മിറാക്കിൾസ് ഉണ്ടാക്കാൻ യൂണിവേഴ്സ് ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ.